എത്ര കാലമായിട്ടോ നമ്മളിത് പരിപാടി തുടങ്ങിയിട്ട് എത്ര വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒന്നും ക്ലിക്കാകുന്നില്ലല്ലോ. നമ്മൾ എത്ര യൂട്യൂബ് ഇൻസ്റ്റയിലും വീഡിയോ ഇട്ട് ഏതെങ്കിലും ഒരുത്തും കാണണ്ടേ, ഒരു ലൈക്കും കടിക്കണ്ടേ? ആ യൂട്യൂബിനും ഫേസ്ബുക്കിലും വരെ മനസ്സിലായി നമ്മൾ ഒരു പണിയും ഒരു ഗതിയും ഇല്ലാത്ത ടീമാണ്. ഒരു ഐഡിയ ഉണ്ട്, ഒരു ബിസിനസ് ഐഡിയ. എന്ത് ബിസിനസ്? നമ്മുടെ നാട്ടിലെ തന്ത്രിമാർ മുതൽ മന്ത്രിമാർ ചെയ്യുന്ന ബിസിനസ്, സ്വർണ്ണമോഷണം. ഇപ്പം എത്ര റേറ്റ്? 1.5 ലക്ഷത്തിനുണ്ട്. മോഷണ? ഞാനില്ല മോനെ, അറിയാത്ത പണിയാ, പിടിച്ചു കഴിഞ്ഞാൽ അകത്ത് കിടക്കേണ്ടി വരും. ആ മൂന്നുണ്ടല്ലോ. ഇത് ഞാനിങ്ങനെ ഫോൺ നോക്കിയ സമയങ്ങളിൽ തന്നെ പണിയില്ലു. എപ്പം നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ പണിയും ഇല്ല തോരവും ഇല്ല. കുറച്ച് ജീരകം അങ്ങനെ വാങ്ങി പൊളിച്ച് വിറ്റോ, നല്ല പൈസയാക്കാം. ഇടിപ്പൻ ഇതായിരുന്നു വരുന്ന്. ഇയാൾ ഇനി ചത്തില്ലേ? ഓൻ്റെ ഒരു ജീരകം. എടാ നോക്കിയേ, ഇത് കൊള്ളാലോ. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സംസ്ഥാനത്തെ തടവുകാരുടെ കൂലി കുത്തനെ കൂട്ടിയ സർക്കാർ. ശിക്ഷാ തടവുകാരുടെ പ്രതിദിന കൂലി 10 മടങ്ങ് വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. 63 രൂപയുണ്ടായിരുന്ന വേതനം 520 രൂപയായും 177 രൂപ എന്നത് 560 രൂപയായും 152 രൂപ എന്നത് 620 രൂപയായും കൂട്ടിയിരിക്കുന്നു. 4 സെൻട്രൽ ജയിലുകളായി കഴിയുന്ന 3000-ലധികം തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ഇതാണ് മോനെ മോട്ടിവേഷൻ. എന്തൊരു മോട്ടിവേഷൻ! കിട്ടിയ സ്വർണം പൊളിഞ്ഞ ജയിൽ. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ആ റിജേഷ് ആണല്ലോ ഇടക്കിടക്ക് ഗൾഫിൽ പോയി വരുന്നത്, ഓറ് വീട്ടിൽ കയറിയാലോ? എന്തെങ്കിലും ഇല്ലാണ്ട് പോരാ, ഇടക്കിടക്ക് വരുന്നുണ്ടല്ലോ അവർ. ഇത് നമ്മൾ പൊളിക്കും. സെറ്റ്. ആ ഇന്ന് തന്നെ കാരണം ഇത് നമ്മളെപ്പോലെ ജോലിയും കൂലിയും ഇല്ലാത്തവർക്ക് PSC പോലും എഴുതാതെ സ്ഥിര വരുമാനം കിട്ടാനുള്ള ഒരു പദ്ധതിയാണ്. നമ്മളെങ്ങനെ അകത്ത് കിടക്കുക? എങ്ങനെ അകത്ത് കിടക്കുക? ഞാനൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ വല്ല സ്വപ്നം കാണുന്നതായിരിക്കും. ഒന്ന് കിടന്നുറങ്ങ്. ഏത് കുളിമുറിയിലും കുറ്റിയിട്ട് കുറ്റിയിടാതെ ഈ ജോർജ് സാറ് വിളിക്കും. നീ വലിയ ഡയലോഗൊന്നും എടുക്കണ്ട, ഇറങ്ങി വാ ഇങ്ങോട്ട്, ശരിയാക്കി തരാം. ഇവനെ വെറുതെ വിടരുത്, പോലീസിനെ വിളിക്ക്. ഇവനെല്ലാം ജയിലിലേക്ക് അയക്കണം. ഇവന് പോലീസൊന്നും വേണ്ട, നമ്മളെ ധാരാളാന്ന് ഇവനെ ശരിയാക്കേണ്ട കാര്യത്തിൽ. പോലീസിന് ആവശ്യമൊന്നും വരുന്നില്ല.
ഇതെൻ്റെ ഐഡിയ ആയിപ്പോയി.